പാതിവില തട്ടിപ്പിൽ മലപ്പുറം ജില്ലയിൽ 10 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇന്നലെ മാത്രം 142 പരാതികളാണ് വിവിധ സ്റ്റേഷനിൽ ലഭിച്ചത്. ഇതുവരെ ജില്ലയിൽ ലഭിച്ച പരാതികളുടെ എണ്ണം 310 അഷ്കർ അലി നൽകും വിശദാംശങ്ങൾ. അഷ്കർ, 310 പരാതികൾ ഇതുവരെ ജില്ലയിൽ ലഭിച്ചു. ഇതിൽ ഇന്നലെ മാത്രം 142 പരാതികളാണല്ലേ വിവിധ സ്റ്റേഷനുകളായി ലഭിച്ചത്. എന്തായാലും ഇന്നിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എത്രണ്ണത്തിലാണ്? ജില്ലയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് ഈ പാതിവില തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ടത്. അഥവാ ഈ നെഞ്ച് കോൺഫെഡറേഷന്റെ ഭാഗമായി 18 ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾ മലപ്പുറം ജില്ലയിൽ പ്രവർത്തിച്ചിരുന്നു. ഈ 18 ഏജൻസികളായി ഏകദേശം 50 കോടി രൂപയിലധികം തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. എന്നാൽ 40 കോടി രൂപയിൽ താഴെയുള്ള തുക മാത്രമേ ഉള്ളൂ എന്ന് NGO അസോസിയേഷൻ പറയുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ആദ്യ ഒരാഴ്ചക്കകമാണ് 9 FIRകളും അതുപോലെ തന്നെ 168 കേസുകളും വന്നിരുന്നു. എന്നാൽ ഇന്നലെ ഒരു ദിവസം ഇത് വലിയ വാർത്തയാകും, വലിയ വിവാദമാവുകയും ചെയ്തതോടെ കൂടുതൽ പേർ ആശങ്കയ്ക്കിരയാവുകയും കൂടുതൽ പേർ പരാതി നൽകാൻ തയ്യാറാവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മാത്രം 142 പേർ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളായി പരാതിയുമായി എത്തിയത്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്നലെ എത്തിയത് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലാണ്. മാത്രമല്ല 10ഓളം FIRകൾ ഇന്നലെ മാത്രം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇതോടെ ജില്ലയിൽ ആകെ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 19ഉം ആകെ ലഭിച്ച പരാതികളുടെ എണ്ണം 310 അതിൽ എല്ലാ കേസുകളും ഒട്ടുമിക്ക കേസുകളും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആനന്ദകൃഷ്ണനെയും അതുപോലെ തന്നെ ആനന്ദകുമാറിനെയും ഇവർ രണ്ടുപേരെയും പ്രതികളാക്കിക്കൊണ്ടാണ് എല്ലാ കേസുകളും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും. ശ്രുതി.